ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സംഭവമായ സാധ്യത തുറന്നു. കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യം വേണമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. എന്നാൽ കേസുകൾ പിൻവലിക്കാതെ സമാധാന നീക്കങ്ങൾക്ക് തയ്യാറല്ലെന്നാണ് യാക്കോബായ സഭയുടെ നിലപാട്. നവമി ദിനേശ് ചേർന്ന വിവരങ്ങളുമായി. നവമി, ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു സമവായ സാധ്യത തുറക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ ഈ പള്ളിത്തർക്ക വിഷയത്തിൽ? ഭവ്യ, നമുക്കറിയാം ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം അത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു തർക്കമായിരുന്നു. അത് കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു വിധി ഓർത്തഡോക്സ് വിഭാഗത്തിനുണ്ടായിട്ടും ആ പള്ളി ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ്. കാരണം അത്രയേറെ ക്രമസമാധാന പ്രശ്നം അവിടെയുണ്ട്. ഓരോ തവണയും പോലീസ് സർക്കാർ ഈ ഏറ്റെടുത്ത ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുന്നതിന് അവിടെ ചെല്ലുമ്പോൾ അവിടെ വിശ്വാസികളുടെ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർ ഈ ഞങ്ങളുടെ പള്ളി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഏത് കോടതി വിധി വന്നാലും വിട്ടുകൊടുക്കില്ല, അങ്ങനെയെങ്കിൽ ഞങ്ങൾ മരിക്കാൻ പോലും തയ്യാറാണെന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആഹ്വാനവുമായാണ് അവരവിടെ തടിച്ചുകൂടുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത് തന്നെയാണ് സർക്കാർ പലതവണ കോടതി ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് കോടതി വിധി പാലിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയതും. കാരണം അവിടെ അത്രയേറെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് വിശ്വാസികളെ അവരെ ഒരുപാടധികം നിർബന്ധിച്ച് അല്ലെങ്കിൽ അവർക്ക് നേരെ ഒരു ക്രമസമാധാനം പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ ഇത് നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന തരത്തിലുള്ള വാദങ്ങളാണ് പലപ്പോഴും സർക്കാർ കോടതിയിൽ ഉന്നയിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി നിൽക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് ഇന്നലെ ഇത്ര സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനവുമായി കാതോലിക്ക ബാവ രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്നത് ഒരു സഭയുടെ വളർച്ചയ്ക്ക് അങ്ങനെ വേണമെങ്കിൽ സമാധാനമാകണം. ഇതിനു മുൻപ് ഉണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ അത് ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ, ഒന്നിച്ചു പോയാൽ മാത്രമേ സഭയ്ക്ക് അത് വളർച്ചയുണ്ടാകൂ എന്ന തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതായത് ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട ഒരു സമവായമാണ് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെക്കുന്നതെന്ന തരത്തിലുള്ളൊരു രീതിയിലായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന. പക്ഷേ സഭാ വിശ്വാസികൾക്കും അതും ഒരു വിഭാഗം ആളുകൾക്ക് വലിയ രീതിയിൽ അതിനോട് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടെന്നാണ് നമുക്കറിയാനും സാധിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് യാക്കോബായ സഭയുടെ നിലപാട് അനുസരിച്ച് ഈ കേസുകൾ പിൻവലിക്കുകയാണെങ്കിൽ ഈ ഒരു സമവായത്തോട് ഞങ്ങളും അനുകൂലമായി തന്നെ മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലേക്കാണ് യാക്കോബായ സഭയും ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഏത് തരത്തിൽ ഇങ്ങനെ കേസ് പിൻവലിക്കാൻ ഓർത്തഡോക്സ് സഭ തയ്യാറാകുമോ? കേസ് പിൻവലിച്ച് ഈ പള്ളി തിരികെ നൽകുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണോ ഇനി മുന്നോട്ട് പോകുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അധ്യക്ഷന്മാരുടെ ഒക്കെ പ്രതികരണത്തിനും സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കേസുകൾ പിൻവലിച്ച് പഴയ പോലെ തന്നെ ഈ പള്ളികൾ തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക്, അങ്ങനെ രണ്ടു കൂട്ടരും ആ രീതിയിലേക്ക് പോയി ഇതൊരു സമാധാനം പുലരാൻ തന്നെയാണ് ഇരു കൂട്ടരും ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി അത് കോടതിയെ അറിയിക്കുക, സർക്കാരിനെ അറിയിക്കുക, അങ്ങനെ നിരവധി കടമ്പകൾ ഇനി മുന്നിലുണ്ട്. പലതവണ സർക്കാർ മധ്യസ്ഥത വഹിച്ച് ഇരു സഭകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് പൊയ്ക്കൂടെ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇരു സഭകളും അത്തരത്തിലൊരു സമവായത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ അത് ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസമായി തന്നെ കണക്കാക്കാം. ഭവ്യ. ശ്രീ നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി നവമി.